പ്രശസ്ത കവി ഉപ്പുടാമുടു സുഗതന്റെ ചെക്കപ്പഴത്തിലെ കുറ്റീച്ച എന്ന കുറ്റാന്വേഷണ പരമ്പര വായിച്ചുകൊണ്ടിരിക്കുമ്പോഴതാ കുത്തുപൂണി ചരുവൻ താഴെ വീണതുപോലൊരു ശബ്ദം. ചീനിച്ചട്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ഓടിയ പൊരിച്ച മീനിനോട് സാമ്യം തോന്നുന്ന ഒരു രൂപം. ഇനി ഇവളുടെ കൂടെ പഠിച്ച ആരെങ്കിലും ആണോ എന്നറിയാൻ വെറുതെ ഒന്ന് ചോദിച്ചതാണ്. സുഷുമ്നാ നാഡിയുടെ കന്നിമൂല ഭാഗത്ത് റിമി ടോമിയുടെ ഗാനമേള കേൾക്കുന്നത് പോലെ ദേഷ്യം വന്നാൽ പിന്നെ മെസോപ്പൊട്ടോമിയയിലെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് ഞാൻ ഓടിത്തള്ളിക്കളയും. കിണറ്റി വീണവനെയും കൊണ്ടുപോയ ആംബുലൻസ് കുളത്തിലേക്ക് മറിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ചെന്ന് കയറിയെടുത്ത് ഒരുത്തൻ തലയില്ലാതിരുന്നാടുന്നു. ബിക്കിനിയുമിട്ട് കടപ്പുറത്ത് കിടക്കുന്നതിനിടെ ആമ കടിച്ചു വടിയായ പപ്പും പൂടയുമില്ലാത്ത കിക്കിലി മദാമ. സാമ്പാറി കിടന്ന വെണ്ടയ്ക്ക കൈയിട്ട് വാരി തിന്നുമ്പോൾ ഉരുളിയിലേക്ക് വീണ് ചത്ത ഷാൻസ്ലാവോസിന്റെ ആത്മാവും ഇവിടെ നിന്ന് ഇളക്കുന്നുണ്ട്. സായിപ്പിന്റെ ഈ കുൽസിത പ്രവൃത്തിക്ക് ഹാലോവീൻ എന്നാണ് പേരെങ്കിലും കിൽഗിൽ ഭാഷയിൽ ഇതിനെ കാട്ടവരാതം എന്നും പറയാറുണ്ടത്രേ. പകൽ സമയത്തെ ബിംബിളിച്ച കാഴ്ചകൾ കണ്ട് ചിരിച്ചു ചിരിച്ച് എന്റെ വൻകുടലും ചെറുകുടലും കെട്ടിപ്പുണർന്ന ഇടിയപ്പത്തിലെ കുരുക്കുപോലെയായി. സെമിത്തേരിക്കടുത്ത് വീടെങ്ങനെ പണിയുമെന്നാലോചിക്കുമ്പോൾ ഇവിടെ ഈ കിണാപ്പന്മാർ വീടിനുള്ളിൽ സെമിത്തേരി പണിതു വച്ചിരിക്കുന്നു. നിങ്ങളെപ്പോലെ രാഭാസന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ്. ഈ ഉരുപ്പടിയിൽ ചിലങ്ക മാത്രം എവിടെയെന്ന ISROയ്ക്ക് പോലും കണ്ടെത്താനായിട്ടില്ല. തലേ ദിവസത്തെ ചോര ചൂടാക്കാതെ ചക്കയും കൂട്ടി മടമട വെട്ടിക്കേറ്റിയതാണ്. പാവൻ ഡുട്ടു പ്രേതം കുഞ്ഞിലെ കുടിച്ച കൂരവ് വരെ പുറത്തേക്ക് കക്കി. നാം ഒന്ന് നമുക്ക് 3 എല്ല് എന്ന പ്രധാനമന്ത്രി തലയോട്ടി ആവാസ് യോജന വഴി നല്ല 916 എല്ലും കുഞ്ഞുങ്ങളെ സബ്സിഡി നിരക്കിൽ മാവേലി സ്റ്റോറിലൂടെ വാങ്ങാവുന്നതാണ്. ബലേ ബേഷ്, എന്റെ അമ്മയെങ്ങാനും ഇത് കണ്ടിരുന്നെങ്കിൽ അടുക്കളയിൽ വയ്ക്കാനുള്ള അടുക്കുപാത്രമാണെന്ന് പറഞ്ഞ് എപ്പോഴേ ഇത് അടിച്ചോണ്ട് പോയേനെ. നല്ല എരിശ്ശേരിയോ പുഴുക്കോ ഉണ്ടാക്കേണ്ട മത്തങ്ങേനെ കൊണ്ടുവന്ന് വെട്ടിക്കൂട്ടി കണ്ണും കരിയും വരച്ച് ലൈറ്റിട്ട് വച്ചാൽ അങ്ങ് പരലോകത്ത് നിന്ന് പ്രേദേശം കൂട്ടുകാരും ഊബർ വിളിച്ച് ഭൂമിയിലേക്ക് എത്തുമെന്നാണത്രേ ഐതിഹ്യം. അത്ഭുതമെന്ന് പറയട്ടെ, കുഞ്ചാലുമൂട്ടിലെ കുഞ്ഞമ്മയും ബെഡ്ഷീറ്റും ഒരുമിച്ച് നനച്ചിട്ടിരിക്കുന്നത് പോലൊരു നിർമ്മിതി. തൊഴിലുറപ്പിലെ ചേച്ചിമാർ വാട്ടുകപ്പയിൽ തലച്ചോറും തേങ്ങയും ഇട്ടളക്കുന്നുണ്ട്. നല്ല വാട്ടമണം, അല്ല വാട്ടേ മണം. ഇതുപോലും എനിക്കൂടെ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ജീവിതത്തിലാദ്യമായി അങ്ങനെ ജബ്രൂട്ടൻ പ്രേതം മുറിക്ക് പുറത്തിറങ്ങി. മൂലക്കുരു ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ട ടിൻഡുമോൻ പ്രേതത്തിന്റെ അടുക്കള ഭാഗം ഇടിച്ചു പണിയുന്നതിനായി ശവപ്പെട്ടിയും ചിതൽപുറ്റും എന്ന ടീമിന്റെ ട്രാക്ക് ഗാനമേള ടൊറന്റോ മുക്കിൽ നടക്കുന്നുണ്ട്. തുണിയും മണിയുമില്ലാതെ മുറ്റത്ത് നിന്ന് കുളിച്ചോണ്ട് കൊതിപ്പിക്കുക എന്നത് വത്സല പ്രേതത്തിന്റെ ഒരു ഹോബിയാണത്രേ. അല്ലെങ്കിൽ എല്ല് ഉള്ളതാകട്ടെ എന്ന് പറഞ്ഞ് നാട്ടിലെ കഴുപ്പണം കെട്ട ഞരമ്പൻ കൈക്കിളവന്മാർ കുളിസീം പിടിക്കാനായി വെറും വയറ്റിലെ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഈ അപരാധം പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കുഴിയെടുപ്പ് സ്വന്തം കൈപ്പണിയാൽ ചെയ്തു കൊടുക്കുന്ന ഉലുവ വാങ്ങാൻ കയറിയ കടയിലെ ഉസിലാമ്പട്ടി കാഴ്ചകൾ കണ്ട എന്റെ ഉണ്ട കണ്ണുകൾ ഉറിയാക്കോട് വഴി ഉസ്ബെക്കിസ്ഥാനിലേക്ക് കടന്നു കളഞ്ഞു. കൈയുണ്ട്, കാലുണ്ട്, ചോരയുണ്ട്, വർണ്ണശബളമായ എല്ലും കൂടങ്ങളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്, പുല്ല് ഏതാണ്ടൊക്കെ ഉണ്ട് ഗൈസ്. തല പെരുക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ ഈ വവ്വാലുകൾക്ക് എന്താ ഈ വീട്ടിൽ കാര്യമെന്നത് മാത്രം എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും മാട്ടസാധനം അടിച്ച് ബോധം കളയാമെന്ന് കരുതിയപ്പോൾ ആൽമരത്തിൽ വാടാക്കി താമസിക്കുന്ന കുമാരി ചിഞ്ചു വവ്വാല് ദേ ബിയറും വാങ്ങി നടന്നു പോകുന്നു. ഒറ്റ നോട്ടത്തിൽ നത്തിങ് ഇൻസൈഡ് ദ ഹെഡ്, അഥവാ ഇവന്മാരുടെ തലയ്ക്കകത്ത് ഒന്നുമില്ല എന്ന് തോന്നുമെങ്കിലും ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള ആചാരമാണത്രേ. ഒക്ടോബർ മാസം ആയാൽ പിന്നെ റോഡുകളും വീടുകളും പ്രേതങ്ങളുടെ സംസ്ഥാന സമ്മേളനം പോലെയാകും. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം കിണിച്ചോണ്ടിരിക്കുന്ന എല്ലുകൾ മാത്രം. സത്യത്തിൽ ഇത് കാണുമ്പോൾ പണ്ട് വീട്ടിന്റെ മുറ്റത്ത് ജമന്തി ചെടി കൂട്ടത്തോടെ പൂത്തു നിൽക്കുന്നതാണ് ഓർമ്മ വരുന്നത്. ടൈറ്റാനിക്കിലെ ജാക്കും റോസും ദേ റോഡ് സൈഡിൽ കിടന്ന് ചെളി തിന്നുന്നു ഗൈസ്. ഞരമ്പ് എന്ന കുടുംബശ്രീ യൂണിറ്റിന്റെ കൊതിയും നുണയും അല്ല ജനറൽ ബോഡി മീറ്റിംഗ് എല്ലാ ഒക്ടോബർ മാസവും നടന്നു വരുന്നു. കൃത്രിമശ്വാസം നൽകുന്നതിനിടെ ചുണ്ടു കുരുങ്ങി ഡെഡായ 2 യുവപ്രേതങ്ങൾ. മാനസിക സമ്മർദ്ദം അഥവാ ഡിപ്രഷൻ ഉള്ളവർ നിർബന്ധമായും ഈ കലാരൂപം കണ്ടിരിക്കണം. കാരണം പേടിപ്പിക്കാനാണ് ചെയ്യുന്നതെങ്കിലും ചിരിച്ചു ചിരിച്ചു മനുഷ്യന്റെ പാൻക്രിയാസ് വരെ പുറത്തേക്ക് വരും. പണ്ട് പാപ്പം തിന്നില്ലെങ്കിൽ ഊച്ചാണ്ടി പിടിക്കുമെന്ന് എന്റെ പൊന്നമ്മ പറയുമായിരുന്നു. ഇപ്പോഴാണ് ആ പരട്ട ഊച്ചാണ്ടിയെ ഒന്ന് നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചത്. ഈ സമയമാകുമ്പോൾ അയൽപ്പക്കത്തെ മദാമ ചേച്ചിമാർ പ്രേത കുഞ്ഞുങ്ങളുമായി പുറത്തേക്ക് വരും എന്നുള്ളതാണ് മനസ്സിലാകെയുള്ള ഒരു ചിഞ്ചിനാക്കിടി. ഹിസ് ഗ്രാൻഡ് മദേഴ്സ് ഹാലോവീൻ അഥവാ നിന്റെ അമ്മുമ്മയുടെ ഹാലോവീൻ എന്നും പറഞ്ഞ് കരടിക്കുട്ടൻ ഒരു പ്രേതത്തിന്റെ പപ്പും കൂടെയും പറിച്ചെടുത്തു. ഒക്ടോബർ 31 വൈകുന്നേരം ഇരുട്ട് വീഴുമ്പോൾ ഞാക്കിരി പീക്കിരി പ്രേതങ്ങളും മുതുക്ക് പ്രേതങ്ങളും കൂടി റോഡിലേക്ക് ഇറങ്ങും. മറ്റൊരു തുടിയൊടുക്കാത്ത സത്യം എന്തെന്നാൽ ഈ ആപ്പ ഉപ്പ പ്രേതങ്ങളെക്കാളും എന്തുകൊണ്ടും നല്ലത് എന്റെ നയൻതാര തന്നെയാണ്. കടമറ്റത്ത് കത്തനാർക്ക് യക്ഷികളെ തറയ്ക്കാൻ ആണിയും ചിറ്റിയിലും എടുത്തു കൊടുത്തിരുന്നത് എന്റെ വട്ട് കുഞ്ഞമ്മയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഗൈസ്. ഐ ആം ദി സോറി കുഞ്ഞമ്മ.